കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ വീഡിയോയിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ആത്മീക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ വീഡിയോയിൽ കൂടെ കാണുന്ന ഈ ആത്മീയ സന്ദേശം ആരൊക്കെ കാണുന്നു അവരുടെ ജീവിതത്തിനകത്ത് വരുന്ന സമയങ്ങളിൽ, വരുന്ന നാളുകളിൽ കർത്താവ് അത്ഭുതങ്ങൾ തന്നെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിലുകളും വഴികളും ദൈവം തുറക്കും. പ്രതീക്ഷിക്കാത്ത നന്മകൾ ദൈവം തരിക തന്നെ ചെയ്യും. ഒരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 46-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ശ്രദ്ധിക്കുക, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയോ ഞെരുക്കമോ കണ്ണുനീരിന്റെ അനുഭവമോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളോ ചിലപ്പോൾ നമ്മുടെ സ്വന്തം രക്തങ്ങൾ തന്നെ നമുക്കെതിരെ തിരിഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നാം ഒറ്റപ്പെട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരത്ത് നസ്സവനായ യേശു എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കഷ്ടതയിൽ നിന്റെ കൂടെ പലരും കാണത്തില്ല. നിന്റെ കഷ്ടത നീ ഒറ്റപ്പെട്ടു പോയാലും ഇയ്യോബിനെ ചേർത്ത് പിടിച്ച ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. ആവേശത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നിട്ടുണ്ടോ? ഞെരുക്കങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? നീ ഭാരപ്പെടാതെ, മടുത്തു പോകാതെ ഈ നല്ല ദൈവമായ യേശുവിനെ നീ മുറുകെ പിടിക്കെ. നിശ്ചയമായിട്ടും ചില അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ കൈമാവട്ടെ. ആമേൻ. ഗോഡ്